സംഗീത ലോകത്തെ ഏറ്റവും വലിയ ഓസ്കാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു അവാർഡുണ്ട്, ഗ്രാമി. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അന്തമില്ലാത്ത ഗ്രാമീന്റെ ഓരോരോ അപരാധങ്ങളെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് BTSനോട് ഗ്രാമി കാണിക്കുന്ന നെറുകേട്. ഡൈനമൈറ്റ്, ബട്ടർ തുടങ്ങി ലോകം മുഴുവൻ ഏറ്റുപാടിയ പാട്ടുകൾ നൽകിയിട്ടും റെക്കോർഡുകൾ ഒന്നൊന്നായി തകർത്തിട്ടും ഗ്രാമി വേദിയിൽ BTSന് സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമി BTSനെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ? ഗ്രാമിക്ക് ഒരു ചീപ്പ് സ്ട്രാറ്റജി ഉണ്ട്. എന്താന്ന് വെച്ചാൽ BTS നോമിനേറ്റ് ചെയ്യപ്പെട്ട കാറ്റഗറിയുടെ അവാർഡ് പ്രഖ്യാപനം എപ്പോഴും ഷോയുടെ ഏറ്റവും അവസാനം കൊണ്ടുവെക്കും. BTSന് അവാർഡ് കിട്ടുന്നത് കാണാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആർമീസ് ഷോ മൊത്തം ഇരുന്ന് കാണും. അതോടെ ഗ്രാമിയുടെ TV റേറ്റിംഗും സോഷ്യൽ മീഡിയ ട്രെൻഡുകളും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം എത്തിയിട്ടുണ്ടാവും. എന്നാൽ അവാർഡ് കിട്ടുന്നത് മറ്റാർക്കെങ്കിലും ആയിരിക്കും. തെണ്ടിത്തര എന്നല്ലാതെ ഇതിനൊക്കെ എന്താ വിളിക്കുക? ഇന്നലെ തുടങ്ങിയതാണോ ഈ പരിപാടി? 2020 ബോയ് വിത്ത് ലവ്, മാപ്പ് ഓഫ് ദി സോൾ, 2021 ഡൈനമൈറ്റ്, 2022 ബട്ടർ, 2023 യെറ്റ് ടു കം, മൈ യൂണിവേഴ്സ്, പ്രൂഫ്, 2024 മെമ്പേഴ്സിന്റെ ഓരോരുത്തരെയും സോളോ ആൽബംസ്, അങ്ങനെ എത്രയേറെ. ചിലത് ഫൈനൽ നോമിനേഷൻ ലിസ്റ്റിൽ പോലും വരാറില്ല. പക്ഷെ എല്ലായ്പ്പോഴും BTSന് ഒരു കാറ്റഗറിയുടെ നോമിനേഷനിലെങ്കിലും ഉൾപ്പെടുത്താറുണ്ട്. കൂടാതെ അവാർഡ് ഷോന്റെ അന്ന് അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ടാവും. ഇത്രയും മതിയിലെ റേറ്റിംഗ് കൂട്ടാൻ. മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിന്റെ ഹാഫ് ടൈം ഷോന്റെ ഫോട്ടോസ് ഗ്രാമി തന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കവർ പിക്ക് BTS. എങ്ങനെയുണ്ട്? ചുരുക്കി പറഞ്ഞ BTSന് ഉപയോഗിച്ച് റീച്ച് ഉണ്ടാക്കുക എന്നതാണ് ഗ്രാമിന്റെ മെയിൻ ഇന്റൻഷൻ. മാത്രമല്ല, ഗ്രാമി പോലൊരു വലിയ ഇവന്റ് നടക്കുമ്പോൾ അഡ്വർടൈസ്മെന്റ്, സോഷ്യൽ മീഡിയ ട്രെൻഡ്, സ്പോൺസർഷിപ്പ് എന്നിവയ്ക്കൊക്കെ ഒരു വലിയ പ്രാധാന്യമുണ്ട്. BTSന്റെ സപ്പോർട്ട് ഇല്ലാതാകുന്നതോടെ ഓൺലൈൻ ഹൈപ്പും ഇല്ലാതാകും. അതോടൊപ്പം വരുന്ന വൻകിട ബ്രാൻഡുകളുടെ പരസ്യ വരുമാനവും ഗ്രാമിക്ക് നഷ്ടപ്പെടും. കുറച്ചു കാലമായി ഗ്രാമിക്കെതിരെ പല ആർട്ടിസ്റ്റുകളും പരസ്യമായും അല്ലാതെയും വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. വീക്കെൻഡ് ഗ്രാമി വോട്ടിംഗ് ട്രാൻസ്പെറന്റ് അല്ല, അതുകൊണ്ട് ഗ്രാമിക്ക് ഇനി തന്റെ പാട്ടുകൾ അയക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡ്രേക്ക് ഗ്രാമി വേദിയിൽ നിന്നുകൊണ്ട് തന്നെ ഗ്രാമിയെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പാട്ടുകൾ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അവർ ടിക്കറ്റ് എടുത്ത് ഷോയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഒരു അവാർഡിന്റെ ഒരു ആവശ്യമില്ല എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡ്രേക്കിന്റെ മൈക്ക് ഗ്രാമി സംഘാടകർ ഓഫ് ചെയ്യേണ്ടായത്. പിന്നീട് വോട്ടിംഗ് വ്യാജാണെന്ന് പറഞ്ഞ് എമിനെയും പരസ്യമായി രംഗത്തെത്തി. ടോപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ ഗ്രാമിയെ തള്ളിക്കളഞ്ഞു. തുടർച്ചയായി വിമർശനങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഗ്രാമിക്ക് വോട്ടിംഗ് രീതി വരെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഏഷ്യൻ പോപ്പ് ഉൾപ്പെടെയുള്ള പുതിയ കാറ്റഗറികൾ കൊണ്ടുവരാനും ഗ്രാമി നിർബന്ധിതരായത് ഇത്തരം വലിയ കലാകാരന്മാരുടെ ഉറച്ച നിലപാടുകൾ കൊണ്ടുകൂടിയാണ്. K-pop, J-pop, C-pop എന്നിവ ഉൾപ്പെടുന്ന ബെസ്റ്റ് ഏഷ്യൻ പോപ്പ് മ്യൂസിക്, ബെസ്റ്റ് ലാറ്റിൻ സോങ്, ബെസ്റ്റ് കൊളാബറേഷൻ തുടങ്ങി അടുത്തിടെ ഗ്രാമി 5 പ്രധാന കാറ്റഗറികൾ കൂടി അവാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം ഏഷ്യൻ ആർട്ടിസ്റ്റിനെ ബെസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് എന്നീ കാറ്റഗറികളിലാണ് മത്സരിപ്പിച്ചിരുന്നത്. ആ സമയത്ത് BTS മത്സരിക്കേണ്ടി വരുന്നത് അരിയാന ഗ്രാൻഡെ, ഡോജോ കാറ്റ്, ലേഡി ഗാഗ തുടങ്ങിയ ഗായകരോടായിരുന്നു. അമേരിക്കൻ ഗായകരായതുകൊണ്ട് തന്നെ വോട്ടുകൾ അവർക്ക് അനുകൂലമായി മാറിയിട്ടേ ഉള്ളൂ. വിമർശനങ്ങളിൽ നിന്നല്ല രക്ഷപ്പെടാൻ വേണ്ടി ഗ്രാമി കണ്ടുപിടിച്ച വഴിയായിരുന്നു ഇത്തരത്തിലൊരു പുതിയ കാറ്റഗറി ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ കൊണ്ടുവന്നതാണ് ഏഷ്യൻ പോപ്പ് മ്യൂസിക് ഉൾപ്പെടെ പുതിയ കാറ്റഗറികൾ. BTSന് അങ്ങനെ ഒരു അവാർഡും കൊടുത്ത് ഒരു മൂലക്കിരുത്താൻ എന്നാണ് ഗ്രാമി വിചാരിച്ചത്. നിലപാടിന്റെ മൂത്താപ്പന്മാരോടാണ് അവർ കളിക്കുന്നതെന്ന് ഓർത്തു കാണില്ല. തുടർച്ചയായി നോമിനേഷനുകൾ ലഭിച്ചിട്ടും ജയം നിഷേധിക്കപ്പെട്ടതും പിന്നീട് ഏഷ്യൻ ആർട്ടിസ്റ്റുകൾക്കായി പ്രത്യേകം ഏഷ്യൻ പോപ്പ് കാറ്റഗറി കൊണ്ടുവന്നതും സംഗീതത്തെ ഭാഷയും പ്രദേശവും അടിസ്ഥാനമാക്കി വേർതിരിക്കുന്നതിന് തുല്യമാണെന്ന് ചൂണ്ടിക്കാട്ടി BTS തങ്ങളുടെ പാട്ടുകൾ ഇനി ഗ്രാമി അവാർഡുകൾക്കായി സമർപ്പിക്കില്ല എന്ന് വ്യക്തമായ നിലപാടെടുക്കുകയുണ്ടായി. സംഗീതത്തെ ഒരേ മാനദണ്ഡത്തിൽ വിലയിരുത്തണം എന്ന നിലപാടാണ് BTS സ്വീകരിച്ചത്. BTS തങ്ങളുടെ ഈ നിലപാട് വ്യക്തമാക്കി ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രോമ എണീറ്റ് നിന്ന് കുറെ കാലങ്ങളായിട്ട് കാത്തു നിന്നതാണ് ഇങ്ങനെ ഒരു റെസ്പോൺസ്. ഗ്രാമിന്റെ കാരണത്തൊരു അടി കിട്ടിയ പോലെ ആയിട്ടുണ്ടാവും. BTSനോടുള്ള റെസ്പെക്ട് കൂടിയിട്ടേ ഉള്ളൂ. അവരെ വെറും ഒരു ഇമേജ് ബാൻഡായി കാണാൻ മാത്രമാണ് ഗ്രാമി ഇന്നേ വരെ ശ്രമിച്ചത്. കുട്ടികളും പെൺകുട്ടികളും മാത്രം ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ എന്നൊരു വിചാരം അവാർഡ് കമ്മിറ്റിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെറും ഒരു ഫാൻസ് ഫേവറേറ്റ് എന്ന ലേബൽ മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ BTS ഗ്രാമി പരസ്യമായി ബഹിഷ്കരിച്ച സ്ഥിതിക്ക് തുടർന്നുള്ള ഗ്രാമിന്റെ അവസ്ഥ എന്താന്ന് ഊഹിക്കാലോ നമുക്ക്. നിലവാരമില്ലാത്തൊരു അവാർഡ്. പക്ഷെ ഒരു കാലത്ത് ഗ്രാമി വേദികളിൽ തങ്ങളുടെ പേര് അനൗൺസ് ചെയ്യുന്നതും കാത്ത് അവരും നമ്മളും ഇരുന്നിട്ടുണ്ട്. അവരെത്രത്തോളം ആ ഒരു അവാർഡ് ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അവാർഡിനൊക്കെ ഒരു നിലവാരം വിലയും ഇല്ലാതാക്കി കളഞ്ഞല്ലോടോ. തുടർച്ചയായി കിട്ടാതായപ്പോഴാണ് BTSനാണോ ഗ്രാമി
ആവശ്യം അതോ ഗ്രാമിക്കാണോ BTSന് ആവശ്യം എന്നൊരു ചോദ്യം വരുന്നത്. അങ്ങനെ വിവേചനങ്ങൾ പരസ്യമായി തുടങ്ങിയതോടെ ഗ്രാമി പോലുള്ള ഒരു വെസ്റ്റേൺ അവാർഡിന്റെ അംഗീകാരം ഇല്ലെങ്കിലും ആൽബങ്ങളുടെ റെക്കോർഡ് വിൽപ്പനയിലൂടെ ചരിത്രങ്ങൾ സൃഷ്ടിച്ചു. സ്ട്രീമിംഗ് ചാർട്ടുകൾ കണക്കുകൾ തിരുത്തിയെഴുതി. ഒരു അവാർഡ് കമ്മിറ്റിയുടെ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് കുറച്ചുപേര് അവരുടെ താല്പര്യങ്ങൾ അടിസ്ഥാനമാക്കി നൽകുന്ന ഒരു അവാർഡിനേക്കാൾ വലുതാണ് BTS ലോകമെമ്പാടും ഉണ്ടാക്കിയ സാംസ്കാരിക വിപ്ലവം. അതിലും മികച്ചൊരു അംഗീകാരം ഒരു അവാർഡിന് നൽകാനാവില്ല. ഇനിയും ഒരുപാട് ഗ്ലോബൽ ആർട്ടിസ്റ്റുകൾ ഗ്രാമിയെ പരസ്യമായി തള്ളി പറയും. ഗ്രാമിയുടെ ലേബലിനെ തന്നെ അത് ബാധിക്കും. അല്ല, ഇപ്പൊ തന്നെ അതിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. BTSന്റെ മൂല്യം അളക്കാൻ ഒരു അവാർഡ് കമ്മിറ്റിക്കും സാധിക്കില്ല. നമ്പേഴ്സ് ഡോണ്ട് ലൈ ആൻഡ് ഹിസ്റ്ററി വിൽ റിമെമ്പർ ദ കിങ്സ്. അപ്പം മറ്റൊരു ടോപ്പിക്കുമായി കാണാം. പർപ്പിൾ യു. ബൈ.